പ്രിയപ്പെട്ടവര് നമസ്കാരം. നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നന്ദി പറയാം. കാരണം ക്ഷമിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള കഴിവാണ്. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിച്ചു കൊടുക്കുക. റിലീസ് ദ പാസ്റ്റ്, എംബ്രേസ് ദ പീസ് ആൻഡ് ചൂസ് ഫോർഗീവ്നെസ്. ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഴിവില്ലേ, നമുക്കൊരാളോട് ക്ഷമിക്കാനുള്ള കഴിവ്, ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവ്. ആ കഴിവുള്ള ആൾക്കാർ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ദേ ആർ വെരി സ്ട്രോങ് പീപ്പിൾ. സാധാരണ ഒരു മനുഷ്യന് തെറ്റ് ചെയ്ത ആൾക്കാരോടൊന്നും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? അപ്പം അത്തരം കഴിവ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ കഴിവിനെ നന്ദിയോടുകൂടി ഓർക്കാം. അതും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായി ആരാണുള്ളത് അല്ലേ? നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് നമ്മുടെ മുതിർന്നവരോ നമ്മുടെ ഒപ്പമുള്ളവരോ ക്ഷമിച്ചു തന്നു. അപ്പോൾ അവർ നമ്മളോട് ക്ഷമിച്ചല്ലോ, അവരോട് നമുക്ക് നന്ദി പറയാം. ദേ ഹാവ് ഫോർ ഗിവൻ അസ്. ഇപ്പോൾ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ചില്ലറ പുള്ളിയല്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മളൊപ്പം ചേർക്കേണ്ട ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലുള്ളൊരു ഒരു കഴിവാണ് ഫോർഗീവ്നെസ്. മാപ്പ് കൊടുക്കുക, അതുപോലെ മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് മാപ്പ് കൊടുക്കുക മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് ചെയ്തു പോയിട്ടുണ്ടാവും അല്ലേ? സോ സേ സോറി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. കേട്ടിട്ടുണ്ടോ ഓപ്പോ പ്രേയർ? അപ്പം ഈ പ്രെയറിൻ്റെയൊക്കെ ഹോപ്പോനോപ്പോൻ്റെയൊക്കെ ഒരു ശക്തി എന്ന് നമ്മൾ പല വീഡിയോസിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക്, ഇത്തരം ടെക്നിക്സ് നമുക്ക് എന്തിനാ തന്നിട്ടുള്ളത്? നമ്മുടെ ലൈഫ് സ്മൂത്തായി പോകാനായിട്ട്. എന്തിനാ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിഷമവും എല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് വെറുതെ സമയം കളയണ്? ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾക്കത് ക്യാരി ചെയ്യുമ്പോൾ ഹെവിനെസ് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഹെവി ആയിട്ട് കൊണ്ട് നടക്കേണ്ട. എന്നിട്ട് അഫർമേഷൻ: ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഫോർഗിവ്നെസ്, ഐ റിലീസ് ദ പാസ്റ്റ്, വെൽക്കം പീസ് ഇൻ ടു മൈ ഹാർട്ട് ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹവും കരുതലും. മറ്റുള്ളവർ മനസ്സിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടില്ലേ? നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, നമ്മൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളുടെ കൂടെ പെരുമാറിയാൽ പോലും ചിലപ്പോൾ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ ഫീലിങ്സോ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസോ ആർക്കും മനസ്സിലായി എന്ന് വരില്ല. സംടൈംസ് ദേ ഈവൻ ക്രിട്ടിസൈസസ്, ദേ കംപ്ലെയിൻ അബൌട്ട് us. അപ്പം നമ്മൾ വീണ്ടും ട്രിഗർ ആവും, നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ബെറ്റർ ആണ് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫൈനലി നമ്മളെല്ലാവരാണ് നല്ലതെന്ന് പറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഒന്ന് ഫോർഗീവ്നെസ് കൊടുക്കുകയാണെങ്കിലോ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതാണെങ്കിൽ അവിടെ സമാധാനം പുലരും. സമാധാനത്തിൻ്റെ പുലരികൾ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഫോർഗീവ്നെസ് ഇസ് എ മാജിക്. നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബെറ്റർ മെജീഷ്യനാണ് ഫോർഗീവ്നെസ്. ഇന്ന് ഞാൻ ക്ഷമ എന്ന അമൂല്യമായ സമ്മാനത്തിനായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ക്ഷമ എന്നത് എനിക്ക് ഞാൻ തന്നെ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ്. നമുക്കൊരാളോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. അതെൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ വേദനയും ദേഷ്യവും വിരോധവും വിട്ടയക്കാൻ സഹായിക്കുന്നു. ക്ഷമയിലൂടെ എൻ്റെ മനസ്സിൽ സമാധാനത്തിനും സൗഖ്യത്തിനും വളർച്ചയ്ക്കും ഇടം ലഭിക്കുന്നു. നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഹെവിനെസ് ഉണ്ട് അല്ലേ? നമ്മളോട് ഒരു ഒരു സ്റ്റാക്ക് ഓഫ് ബുക്സ്, ഒരു അട്ടി പുസ്തകം അരമണിക്കൂർ കയ്യിൽ പിടിച്ച് നിൽക്കാൻ പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ബേർഡൻ, നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡിൽ അനുഭവപ്പെടുന്നത്. ക്ഷമയിലൂടെ എൻ്റെ മനസ്സിൽ നിന്നും സമാധാനത്തിനും സൗഖ്യത്തിനും വളർച്ചയ്ക്കും ഇടം ലഭിക്കുന്നു. മറ്റുള്ളവർ എന്നെ ക്ഷമിച്ച നിമിഷങ്ങൾക്കായി ഞാൻ നന്ദിയുള്ളവനാണ്. അവരുടെ കരുണയും അവരെന്നെ മനസ്സിലാക്കിയ നിമിഷങ്ങളും. എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണെന്നും അതിൽ ഓരോരുത്തർക്കും ഓരോ പാഠങ്ങൾ പഠിക്കാനും വളരാനുമുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലേ? ഞാനിങ്ങനെ വായിച്ചിട്ടില്ല കേട്ടോ, പെർഫെക്റ്റ് പീറ്ററിൻ എന്താ അൺടൈഡി ആയിട്ടുള്ള ഹാരി, അങ്ങനെ ഒരു പിക്ചറൈസേഷൻ പെർഫെക്റ്റ് പീറ്റർ. എല്ലാം പെർഫെക്റ്റ് പീറ്റർ പോലെ ആവണം എന്നില്ല എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. നമ്മളുടെ കയ്യിലും തെറ്റുകളുണ്ട്, അവരുടെ കയ്യിലും തെറ്റുകളുണ്ട്. തെറ്റുകൾ സ്വാഭാവികം, പക്ഷെ അത് ക്ഷമിക്കുക എന്നുള്ളത് ഡിവൈനാണ് അല്ലേ? ടു എറർ ഇസ് ഹ്യൂമൻ ബട്ട് ഫോർഗിവ് ഇസ് ഡിവൈൻ എന്നല്ല പറഞ്ഞു. ഫോർഗിവ്നെസ് കൊടുക്കുക. റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ കേട്ടോ. ഈസ് ദർ സംവൺ ഐ നീഡ് ടു ഫോർഗിവ് ഇൻക്ലൂഡിങ് മൈസെൽഫ്? ഞാൻ ആർക്കെങ്കിലും ക്ഷമിച്ചു കൊടുക്കാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും.
എല്ലാ ദിവസവും ഉറങ്ങണേറ്റ് മുമ്പ് ആലോചിക്കാം ഞാൻ ആർക്കെങ്കിലും ക്ഷമിച്ചു കൊടുക്കാനുണ്ടോ. സോ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഫോർഗിവ്നെസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് അവരോട് പറയുക, ഞാൻ ക്ഷമിച്ചു, നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ ദേഷ്യമുള്ള വർത്തമാനങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്ത പ്രവർത്തികൾക്കും ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യില്ല മറ്റുള്ളവർക്ക് വേണ്ടി. സോ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട് നമ്മൾ 24/7 മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കും അല്ലേ. അപ്പോൾ സോ ജസ്റ്റ് ഫോർ ഗീവ് മീ, എന്നോട് തന്നെ പറയാം, എന്നെ ക്ഷമിക്കണമെന്ന്. ഹൗ ഹാസ് ഫോർഗീവ്നെസ് ഹെൽപ്പ് മീ ടു ഹീൽ ആൻഡ് ഗ്രോ? എങ്ങനെയാണ് ഫോർഗീവ്നെസ് എന്നെ ഹെൽപ്പ് ചെയ്തേക്കണത് ഹീൽ ആൻഡ് ഗ്രോ, വളരാനും ഹീലിങ്ങിനും? വാട്ട് ഇമോഷൻ ക്യാൻ ഐ റിലീസ് ടുഡേ ടു ഫൈൻഡ് ഗ്രേറ്റർ പീസ്? ഇന്ന് എന്ത് ഇമോഷനാണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത്? ആങ്കർ ആണോ, അതല്ലെങ്കിൽ സാഡ്നെസ് ആണോ, ആങ്സൈറ്റി ആണോ, കുറച്ചും കൂടിയും സമാധാനം കിട്ടാൻ വേണ്ടി? ഹൗ ഡു ഐ ഫീൽ വെൻ ഐ ചൂസ് ഫോർഗീവ്നെസ് ഓവർ റിസെൻമെൻറ്റ്? ഞാനിങ്ങനെ ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കണേറ്റും പേര് ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്? വാട്ട് ലെസൺ ഹാസ് ഫോർഗീവ്നെസ് ടോട്ട് മീ? എന്ത് പാഠമാണ് എന്നെ ഫോർഗീവ്നെസ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്? തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്നിപ്പോൾ മനസ്സിൽ ആരോടാ ദേഷ്യം തോന്നുന്നത്, അയാളോടൊന്ന് ഫോർഗീവ് ചെയ്ത് നോക്ക്, ചുമ്മാ എന്തുണ്ടാവണമെന്ന് നോക്കാം. നമ്മുടെ മനസ്സ് ലൈറ്റ് ആയിട്ടിട്ടുണ്ടോ, ഇനിയിപ്പോൾ ഞാൻ പറയണതെല്ലാം ശരിയാണോ, ഫോർഗീവ്നെസ്സിനൊരു സൂപ്പർ പവർ ഉണ്ടോ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നേരിട്ട് ചെന്ന് സോറി പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ആൾക്ക് ക്ഷമിച്ചു കൊടുക്കുക. അറിവില്ലായ്മ ഉണ്ടാകും, പാവം എന്ന് വെച്ച് ക്ഷമിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി. എനിക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള കഴിവിനും ഞാൻ നന്ദിയുള്ളവനായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു കഴിവ്, ആ നിമിഷം നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് വരും. ക്ഷമയിലൂടെ ഞാൻ സഹാനുഭൂതിയും കരുണയും ആന്തരിക ശക്തിയും ഇന്നർ സ്ട്രെങ്ത് പഠിക്കുന്നു. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടയക്കുമ്പോഴാണ് യഥാർത്ഥ സൗഖ്യം ആരംഭിക്കുന്നതെന്ന് എന്നെ പഠിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇന്ന് ഞാൻ പഴയ മുറിവുകളും വേദനകളും വിട്ടയക്കാൻ തീരുമാനിക്കുന്നു. ലെറ്റ് ഇറ്റ് ഗോ. ചിലതൊന്നും ഹീൽ ചെയ്യാൻ പറ്റാത്ത തരം കാര്യങ്ങളുണ്ടാവും. സോ ടുഡേ ഐ ചൂസ് ടു റിലീസ് ഓൾഡ് ഹേർട്സ് ആൻഡ് വെൽക്കം പീസ് ഇൻ ടു മൈ ഹാർട്ട്. I embrace the freedom that comes with forgiveness and trust that every step of healing brings me closer to the happier and more peaceful life. As I continue this gratitude journey, I'm thankful for every opportunity to forgive, heal, and grow, and move forward with love and understanding. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണി മുന്നോട്ട് പോകുമ്പോൾ ഐ എം താങ്ക്ഫുൾ ഫോർ എവറി ഓപ്പർച്യൂണിറ്റി ടു ഫോർ ഗീവ്. എനിക്ക് ക്ഷമിക്കാനുള്ള എല്ലാ അവസരത്തിനും ഓരോ അവസരങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഒരുപക്ഷെ ക്ഷമിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭൂതകാലത്തെ ഒന്നും മാറ്റാൻ പറ്റില്ല, പക്ഷെ അത് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കും, നമ്മൾ ഫ്രീ ആക്കി എടുക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ദർ ഇസ് എ പവർ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു പവർ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഹീൽ അവർ പാസ്റ്റ് ട്രോമാസ്. നമ്മൾ നമുക്ക് വേണ്ടി മറ്റുള്ളവരെ എടുത്ത് ക്ഷമിച്ച് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കാം. ഫോർഗിവ്നെസ് ഈസ് ഗിഫ്റ്റ് യു ഗിവ് യുവർ സെൽഫ്. ഇറ്റ് ഫ്രീസ് യുവർ ഹാർട്ട് ആൻഡ് ഓപ്പൺസ് എ ഡോർ ടു പീസ്. ഇതൊരു ഗിഫ്റ്റാണ്. നമുക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ അതൊരു ഗിഫ്റ്റാണ്, ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എൻ്റെ പാസ്റ്റ് ചിന്തിക്കുമ്പോൾ വിചാരിക്കും, ആഹാ, എനിക്ക് ഇത്രയും ക്ഷമിക്കാനുള്ള കഴിവുണ്ടോ, എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്നറിയും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്ത ആളുകളോടും പിന്നീട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ചിരിച്ച് പെരുമാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തോ ഒരു ശക്തിയാണ്. വി ജസ്റ്റ് ഫോർ ഗിവിങ് സം വൺ ആൻഡ് സ്മൈൽ അറ്റ് എ ഫേസ് ആൻഡ് ഇൻറ്ററാക്ട് ഈസിലി. ഇത് ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല. വി ഹാവ് ടു ഡെവലപ്പ് ദിസ് കേപ്പബിലിറ്റി, ഫോർഗിവ്നെസ് എന്നുള്ളത്. ഹോപ്പ് നോപ്പോ പ്രെയർ എല്ലാം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്, ആ ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പഠിക്കുക, നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ചില കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. സോ വാട്ട് വി നീഡ് ടു ഹീൽ അവർ സെൽഫ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെ ഹീൽ ചെയ്യണം. അപ്പോൾ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഒരാളോട്
ഫോർഗീവ് ചെയ്യാനുള്ള ഒരു കഴിവിനോടാണ് നമ്മളിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചത്. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു ടെക്നിക്, ഫോർഗീവ് ചെയ്യാനുള്ള ഒരു ടെക്നിക് ലൈഫിൽ ഉപയോഗിക്കുക ആൻഡ് ക്രിയേറ്റ് വണ്ടേഴ്സ് ആൻഡ് മിറാക്കിൾസ് in your life. It will make, I'm very sure it will make your journey smoother than before. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, നമുക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ അവസരത്തിൽ നമ്മളെ പലരും നമുക്കും ക്ഷമിച്ചു തന്നിട്ടുണ്ടാവില്ല, നമ്മളും പിക്ചർ പെർഫെക്റ്റ് ആവണമെന്നില്ല. അവരെയും നന്ദിപൂർവ്വം ഓർക്കുക. സോ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് മോശം അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ അവരെനിക്ക് ക്ഷമിച്ചു തന്നതിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും എന്നോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നു. താങ്ക് യു ഫോർ ദിസ് കേപ്പബിലിറ്റി. Thank you so much. I'm grateful for the forgiveness technique given to us. Thank you for listening to me, Jita.